സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ ഒരു ഓട്ടോമേഷനാണ്. സോ ഇതിന് വേണ്ടിയിട്ടുള്ള ബേസിക് പാക്കേജ് നോക്കിക്കഴിഞ്ഞാൽ Node.js ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതിപ്പോൾ ഏത് വേർഷനായാലും ഓക്കെയാണ്. Node.js വേണം. സോ മെയിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യണത് ഈ 4 പാക്കേജാണ്. സോ ഇതിൽ ഫസ്റ്റ് വൺ നോക്കിക്കഴിഞ്ഞാൽ Axios ആണ്. ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ അയക്കുന്ന റിക്വസ്റ്റ് അത് സെർവറിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് പുട്ട് റിട്ടേൺ തരും. സോ അടുത്ത പാക്കേജ് നോക്കിക്കഴിഞ്ഞാൽ നോഡ് മെയിലാണ്. നോഡ് മെയിലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ സെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജാണ് നോഡ് മെയിലർ എന്ന് പറയുന്നത്. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ജിമെയിൽ അല്ലെങ്കിൽ ഔട്ട്ലുക്ക് അതേപോലെ കുറേ എല്ലാ മെയിലും നമുക്ക് ഇതിൽ തന്നെ സെൻഡ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ. സോ ഇത് മെയിൻലി ഫോർ ജാവാസ്ക്രിപ്റ്റ് ആണ് ഈ പാക്കേജ്. അടുത്ത പാക്കേജ് നമ്മൾ യൂസ് ചെയ്തേക്കണത് Neo4 എന്ന് പറഞ്ഞ ഒരു ഡേറ്റാബേസ് ആണ്. ഇത് ആക്ച്വലി ഒരു ക്ലൗഡ് ഡേറ്റാബേസ് ആണ്. സോ മോസ്റ്റ്ലി ഇത് യൂസ് ചെയ്യണത് നമ്മൾ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ യൂസ് ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ പർപ്പസിനാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. സോ ഈ പാക്കേജാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബിഗിനേഴ്സ് ഇത് മാത്രമാണ് നമ്മൾ പറയണുള്ളൂ. കാരണം ഈ വീഡിയോ Neo4j ഡേറ്റാബേസിനെ കുറിച്ചുള്ളതല്ല. സോ മെയിൻലി ഈ വീഡിയോ ഫോക്കസ് ചെയ്യുന്നത് ഓട്ടോമേഷനെ കുറിച്ചാണ്. സോ അടുത്തത് നമ്മൾ യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ CRON നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു നോഡിൻ്റെ ഒരു പാക്കേജാണ്. ഇതും ബിൽഡ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ആണ്. സോ ഇതിൻ്റെ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാസ്ക് വന്നിട്ട് ഓട്ടോമേറ്റ് ആക്കാൻ പറ്റും. സോ ഇതിനെക്കുറിച്ച് നമുക്ക് വീഡിയോയിലും കാണാം. സോ ഫസ്റ്റ് ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്തേക്കുന്നത് JSON സ്ട്രിംഗിഫൈ എന്ന് പറയുന്നത് ഇതൊരു മെത്തേഡാണ്. ഒരു ഓബ്ജക്റ്റിനെയും നമുക്ക് JSON സ്ട്രിംഗ് ടൈപ്പിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ അടുത്തത് നമ്മൾ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ഫിൽറ്റേഴ്സൊക്കെ നമ്മൾ ആഡ് ചെയ്യും. സോ അടുത്ത ഓബ്ജക്റ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്യണത് നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി അത് പോസ്റ്റ് മെത്തേഡാണ്. സോ ഹെഡറിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടന്റ് ടൈപ്പ് കൊടുത്തു. സോ ബേസിക്കലി കണ്ടന്റ് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിട്രീവ് ചെയ്യണത് എന്ത് ടൈപ്പ് ഓഫ് ഫയലാണെന്ന് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടന്റ് ടൈപ്പ് കൊടുക്കുക. സോ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തത് ആക്ച്വലി ബോഡിയാണ്. അതായത് നമ്മൾ ഡിക്ലെയർ ചെയ്ത ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അതൊരു അസിൻക്രണസ് ഫംഗ്ഷനാണ്. ബേസിക്കലി നമ്മളൊരു അസിൻ ഫംഗ്ഷൻ എപ്പോഴാണ് കോൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ ഓരോരോ പ്രോസസ്സും അതിൻ്റേതായ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് വന്നു കഴിഞ്ഞിട്ട് എക്സിക്യൂട്ട് ചെയ്യാനാണ് നമ്മൾ സിങ്ക് അവൈറ്റ് യൂസ് ചെയ്യുക. സോ സിങ്ക് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Neo4j ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രിംഗ് വാല്യൂ കിട്ടും. അതാണ് നമുക്ക് അതിൻ്റെ ഒരു URI. അതായത് നമുക്ക് അടുത്ത ഡേറ്റാബേസിൻ്റെ ഒരു URI കിട്ടും, പ്ലസ് യൂസർ നെയിം ആൻഡ് പാസ്വേഡും കിട്ടും. സോ അത് ഡിക്ലെയർ ചെയ്യണം. നമുക്ക് ഇവിടെ നിന്ന് കോൺഫിഗർ ചെയ്യണം. സോ ഡ്രൈവർ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഒരു URI പിന്നെ നമ്മൾ മേലെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള യൂസർ നെയിം ആൻഡ് പാസ്വേഡാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്കത് അതായത് ആ ഡേറ്റാബേസിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വറി പോലെ ക്രിയേറ്റ് ചെയ്തു. സോ ക്വറിയിൽ ബേസിക്കലി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേണ്ടത് പക്ഷേ ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് അവിടെ നിന്ന് നമുക്ക് എല്ലാ ഡേറ്റ എടുത്തിട്ട് അതിൻ്റെ പെർട്ടിക്കുലർ കോഴ്സ് ID മാത്രമാണ് നമ്മൾ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റാബേസിലുള്ള കോഴ്സ് IDയും പ്ലസ് നമുക്ക് ആ സൈറ്റിൻ്റെ API നിന്ന് കിട്ടുന്ന കോഴ്സ് IDയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഏതൊക്കെയാണ് പുതിയ കോഴ്സ് എന്ന് അറിയാം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോഴ്സ് ID എടുക്കുന്നത്. സോ കോഴ്സ് ID വന്നിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് DBയിൽ ആഡ് ചെയ്യാൻ പോവാം. സോ ട്രാൻസാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 2 ടൈപ്പ് ഓഫ് ഇതുണ്ട്. ഒന്ന് റീഡ് ട്രാൻസാക്ഷൻ, ഇനി ഒന്ന് റൈറ്റ് ട്രാൻസാക്ഷൻ. സോ റൈറ്റ് ട്രാൻസാക്ഷൻ എന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഒരു ക്വറി പെർഫോം ചെയ്യാനും സോ ആ ട്രാൻസാക്ഷൻ നടന്നില്ലെങ്കിൽ നമുക്ക് എറർ നമുക്ക് കൺസോൾ ലോഗ് ചെയ്തെടുക്കും. പ്ലസ് ഫൈനലി ആ ട്രാൻസാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സെഷൻ ക്ലോസ് ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റാക്ക് ഓവർഫ്ലോ പോലത്തെയുള്ള എററൊക്കെ നമുക്ക് ഒക്കെ അറിയാൻ ചാൻസ് ഉണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ഡ്രൈവറും നമുക്ക് ക്ലോസ് ചെയ്യേണ്ടി വരും. സോ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോഴ്സ് ID, അതായത് മറ്റേ uni-assist എന്ന് പറഞ്ഞ ഒരു പോർട്ടലിൽ നിന്ന് നമ്മൾ കോഴ്സ് ID ജനറേറ്റ് ചെയ്തെടുക്കണം. കോഴ്സ് ID മാത്രം നമ്മൾ എടുക്കണം, എന്നിട്ട് ഒരു അറേയിൽ സ്റ്റോർ ചെയ്യണം. സോ എന്തിനാണ് നമ്മൾ പ്രോമിസ് മെത്തേഡ് ഇവിടെ യൂസ് ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. സോ അത് കഴിഞ്ഞിട്ട് സെറ്റ് ടൈം ഔട്ട് ഈസ് ലൈക്ക് ഷെഡ്യൂളർ റൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 3000 millisecond കഴിഞ്ഞിട്ടായിരിക്കണം ഇത് ജനറേറ്റ് ആവേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോൺഫിഗും പ്ലസ് അതിൻ്റെ API URL API ഒക്കെ നമ്മൾ ആക്സിയോസിൻ്റെ ഉള്ളിൽ പ്രൊവൈഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ആക്സിയോസ് കോൾ ചെയ്തു.
അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷനാണ് നമ്മൾ ദെൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ കോൾ ചെയ്യും. സോ ഇങ്ങനത്തെ ഒരു ഓബ്ജക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. സോ അതിൽ നിന്ന് നമ്മൾ നമുക്ക് ആവശ്യമുള്ള കോഴ്സ് ഐ ഡി മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കണം. സോ അതാണ് നമ്മൾ സം എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്തെടുക്കുന്നത്. സോ അവിടെ നിന്ന് നമ്മൾ ആക്ച്വലി മാപ്പ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫോർ ലൂപ്പിൻ്റെ റിപ്ലേസ്മെൻ്റ് ആണ്. സോ മാപ്പ് ഫംഗ്ഷൻ ഇട്ടിട്ട് അതിൻ്റെ കോഴ്സ് ഐ ഡി മാത്രം നമ്മൾ ഒരു അരയിൽ പുഷ് ചെയ്യുന്നു. സോ അതേപോലെ അടുത്തത് നമ്മൾ ആ ഡേറ്റാബേസിൽ നിന്ന് നമുക്ക് ഡേറ്റ റിട്രീവ് ചെയ്തെടുക്കണം. സോ അതിന് വേണ്ടിയിട്ടുള്ള സെയിം സ്റ്റെപ്പ് തന്നെയാണ്. സോ ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ സെയിം സ്റ്റെപ്പാണ്. സോ ഡ്രൈവർ സെഷൻ ക്രിയേറ്റ് ചെയ്തു, ഒരു സെഷൻ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ക്വറി എക്സിക്യൂട്ട് ചെയ്തു. സോ ഈ ക്വറിയിൽ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഉള്ള അതായത് ഈ കോഴ്സ് ഐ ഡി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഇൻസ്റ്റൻസ്, അതായത് ഒരു ഡേറ്റാബേസിൻ്റെ ഉള്ളിലത്തെ ഒരു ടേബിൾ നെയിമാണ് കോഴ്സ് ഐ ഡി എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഉള്ളിലത്തെ ഒരു ഫീൽഡ് നെയിമാണ് ഐ ഡി. സോ ടേബിളിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ റിട്രീവ് ചെയ്തെടുക്കും. സോ സെക്കൻഡ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് ഓൾറെഡി സെറ്റ് നമ്മൾ ഇതിൽ ട്രാൻസാക്ഷൻ ചെയ്യണം. സോ ട്രാൻസാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് അവിടെ നിന്ന് അതായത് ഡേറ്റ റീഡ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു പ്രോമിസ് ട്രിഗർ ചെയ്യും. സോ ട്രിഗർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ റൺ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് റൺ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് മേലത്തെ കോറി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോ അത് കഴിഞ്ഞിട്ട് ബേസിക്കലി നമ്മൾ പുഷ് ചെയ്യണം, ഒരു അരയുടെ ഉള്ളിൽ പുഷ് ചെയ്യണം. സോ ഇപ്പോൾ നമ്മുടെ കയ്യിൽ യൂണിവേഴ്സിറ്റി അതായത് പോർട്ടലിൽ നിന്ന് എടുത്ത ഡേറ്റയും ഉണ്ട്, പ്ലസ് കമ്പയർ ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ള ഡേറ്റയും ഉണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ബേസിക്കലി നമ്മൾ പഴയത് ചെയ്ത പോലെ തന്നെ സെഷൻ ക്ലോസ് ചെയ്യണം. ഈ ഗെറ്റ് ഓൾ ഡേറ്റ എന്ന് പറയുന്നത് നമുക്ക് അതായത് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഐ ഡി വെച്ചിട്ട് നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. റിട്രീവ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫോർമാറ്റ് ചെയ്യണം. സോ ആ ഫോർമാറ്റിലാണ് നമ്മൾ മെയിൽ സെൻഡ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നമ്മൾ ടേബിളൊന്നും യൂസ് ചെയ്യുന്നില്ല, ഒരു ടെക്സ്റ്റ് ഫോർമാറ്റിലാണ് നമ്മൾ സെൻഡ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം നമുക്ക് അവിടെ നിന്ന് വരുന്ന ഡേറ്റ ഓൾറെഡി വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് വെച്ച ഫുൾ ഡീറ്റെയിൽസും API വെച്ച് കോൾ ചെയ്തു. സോ അതിൽ നമ്മൾ ഈ ഐ ഡി ആക്ച്വലി നമ്മൾ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്തിട്ട് ആ ഐ ഡി ഉണ്ടെങ്കിൽ ആ ഡേറ്റ മാത്രം നമ്മൾ എടുക്കും. ആ ഡേറ്റ എടുത്തിട്ട് നമ്മളൊരു വേരിയബിളിൽ നമ്മൾ പുഷ് ചെയ്യും. സോ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത പ്രോസസ്സ് നമുക്കുള്ളത് മെയിൽ ട്രിഗറിങ് ആണ്. സോ ക്രിയേറ്റ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ നോഡ് മെയിലറിൻ്റെ ഒരു മെത്തേഡാണ്. സോ അതിൽ നമ്മൾ ബേസിക് ഹോസ്റ്റ് നെയിം, അതേപോലെ പോർട്ട് നമ്പർ, അല്ലെങ്കിൽ അതേപോലെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് നമ്മൾ പാസ് ചെയ്യണം. സോ ഇത് ആക്ച്വലി കണക്ടിവിറ്റിക്കാണ്, ഒത്തൻറ്റിക്കേഷൻ പർപ്പസിന് മാത്രമാണ് നമ്മൾ ഈ ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പാസ്വേഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ ഒരിക്കലും നമുക്ക് നമ്മുടെ പാസ്വേഡ് ഇതിൽ പാസ് ചെയ്യാൻ സമ്മതിക്കില്ല. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ ആ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ API വെച്ചിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും പാസ്വേഡ്. സോ നോർമലി നിങ്ങൾ നോഡ് മെയിലർ എടുക്കുകയാണെങ്കിൽ അവർ ഈ H3L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിലിംഗ് ഓപ്ഷനാണ് അവർ തരിക. സോ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരായിട്ട് തന്നെ ഈ 149 ലൈനിൽ നോക്കി കഴിഞ്ഞാൽ അവരായിട്ട് തന്നെ ടെസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. സോ നമുക്കൊരു അക്കൗണ്ട് ആവശ്യമില്ല. ബട്ട് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് Gmail ആയതാണ്. സോ ഇതിൻ്റെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മുടെ പോർട്ട് വന്നിട്ട് 465 ആണ്. അത് നമുക്ക് ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ അറിയാം. അതേപോലെ ഹോസ്റ്റ് നെയിം SMTP gmail.com ആണ്, അല്ലെങ്കിൽ നമുക്ക് നോർമൽ Gmail നിന്നും കൊടുക്കാം. പ്ലസ് നമുക്ക് സെക്യൂർ ട്രൂ ആയിരിക്കണം. സോ ഇതൊക്കെയാണ് ഡീഫോൾട്ട് ഓപ്ഷൻസ് ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത്. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൽ സെൻഡ് ചെയ്യണം. സോ മെയിൽ സെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സെൻഡ് മെയിൽ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഉണ്ട്. സോ അതിൽ നമുക്ക് ബേസിക്കായിട്ട് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ആൻഡ് ടു കൊടുക്കണം, ആർക്കാണ് സെൻഡ് ചെയ്യണം, ആരാണ് സെൻഡ് ചെയ്യണത്. അതേപോലെ സബ്ജക്റ്റ് നെയിം കൊടുക്കണം, ആൻഡ് HTML കൊടുക്കാം, ടെക്സ്റ്റും കൊടുക്കാം. സോ ബേസിക്കലി ഞാൻ ടെക്സ്റ്റാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത്. സോ വൺസ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസ്പോൺസ് വരാനാണ് നമ്മൾ ഡയറക്റ്റ്ലി നമുക്ക് ആ ഒരു ID ജനറേറ്റ് ആകും. ആ ID നമുക്ക് കിട്ടും. സോ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനൊക്കെ നമ്മൾ കോൾ ചെയ്യണം. സോ അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. സോ ഏർലിയർ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോഴ്സ് ID നമ്മൾ ഫസ്റ്റ് കോൾ ചെയ്യണം. കോഴ്സ് IDയിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സിസ്റ്റിംഗ് DBന്ന് നമുക്ക് ആ API വെച്ച് നമ്മൾ കോൾ ചെയ്തതിൽ നിന്ന് നമ്മൾ ഡേറ്റ റിട്രീവ് ചെയ്തെടുക്കണം. ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ അതാണ് കോൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച പോലെ തന്നെ. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് നമ്മൾ ആക്ച്വലി പ്രോമിസാണ് റിട്ടേൺ ചെയ്യുന്നത്. സോ പ്രോമിസ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സെക്കൻഡ് ഫംഗ്ഷൻ ട്രിഗർ തന്നെ ആവുള്ളൂ. ഇപ്പോൾ സെക്കൻഡ് ഫംഗ്ഷൻ നോക്കി കഴിഞ്ഞാൽ റീഡ് DB എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. സോ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ DBയിൽ ഓൾറെഡി പഴയ റെക്കോർഡ്സിൻ്റെ ID ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സോ അതും നമ്മൾ ഇവിടെ നിന്ന് റിട്രീവ് ചെയ്തെടുത്തു.
സോ ഈ അരയിൽ ഇല്ലാത്ത ID ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആക്ച്വലി ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്, ഫംഗ്ഷൻ നമുക്ക് തരണം. സോ അടുത്തത് നമുക്ക് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വാലിഡേഷൻ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഇപ്പോൾ ഒരു ID നമുക്ക് കിട്ടിയില്ല. സോ അത് കിട്ടാത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒന്നും അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല. സോ ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഫംഗ്ഷൻ ഒന്നും ട്രിഗർ ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയ്ക്കും നമുക്ക് എന്താ പറയുക ടൈം വന്നിട്ട് നമുക്ക് മിനിമൈസ് ചെയ്യാം. അല്ലെങ്കിൽ സപ്പോസ് നമുക്ക് ലെങ്ത് ഈസ് നോട്ട് ഈക്വൽ ടു നമുക്ക് ഓൾറെഡി നമുക്ക് ഡേറ്റ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഫംഗ്ഷൻ നമുക്ക് ട്രിഗർ ചെയ്യാം. ഫസ്റ്റ് തിങ് ഈസ് നമുക്ക് ഗെറ്റ് ഓൾ ഡേറ്റ. സോ മേലെ നമുക്ക് ID മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. സോ ID നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ സോ ID നമ്മൾ ആക്ച്വലി ആ ഫംഗ്ഷനിൽ പാസ് ചെയ്തിട്ട് സോ കോഴ്സ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്. സോ അതിൽ നമുക്ക് ഈ എന്താ പറയുക വെബ്സൈറ്റിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അതായത് ഒരു കോഴ്സ് നെയിം ഇൻക്ലൂഡിങ് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. സോ അതിന്ന് നമുക്ക് ഈ ID പാസ് ചെയ്തിട്ട് അത് മാത്രം നമ്മൾ പിക്ക് ചെയ്തെടുക്കണം. പിക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് ആവശ്യം നമ്മൾ റെഫർ ചെയ്തെടുക്കുക. ഈ ഒബ്ജക്റ്റിനുള്ളിൽ നമുക്ക് ആ ഒബ്ജക്റ്റിൽ നിന്ന് നമുക്ക് ഫിൽട്ടർ ചെയ്ത് റിട്ടേൺ ചെയ്യണ വാല്യൂ വെച്ചിട്ട് ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുന്നു. സോ മെയിൻ ഫംഗ്ഷൻ നമുക്കറിയാം ലൈക്ക് മെയിൽ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ്. സോ അതിൽ നമ്മൾ മേലെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് കൊടുത്തിട്ട് നമ്മൾ മെയിൽ ഫംഗ്ഷൻ ട്രിഗർ ചെയ്തു. സോ അത് കഴിഞ്ഞിട്ട് സപ്പോസ് ഇപ്പോൾ എക്സ്ട്രാ നമുക്കിപ്പോൾ കുറച്ച് കോഴ്സൊക്കെ ആഡായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ മെയിൽ ട്രിഗർ ചെയ്ത് കഴിഞ്ഞു, നമുക്ക് ഈ കോഴ്സൊക്കെയാണ് നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞു. സോ ആഫ്റ്റർ ദറ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ID ഒക്കെ എടുത്തിട്ട് നമ്മുടെ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ അടുത്ത ടൈം ഈ ഫംഗ്ഷൻ റൺ ചെയ്യുമ്പോൾ സെയിം ID തന്നെ നമുക്ക് വീണ്ടും മെയിൽ ട്രിഗർ ആകും. സോ ഓൺലി നമുക്ക് പുതിയ കോഴ്സ് ആഡ് ആയാൽ മാത്രമാണ് നമുക്ക് മെയിൽ ട്രിഗറിൻ്റെ ആവശ്യമുള്ളൂ. സോ അത് കഴിഞ്ഞിട്ട് ഈ ഫംഗ്ഷൻ നമ്മൾ CRON എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോബ് ഷെഡ്യൂളർ ഉണ്ട്. സോ അത് വെച്ചിട്ട് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യണം. സോ ഇതിൽ കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഷെഡ്യൂൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ ജനറേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഫംഗ്ഷൻ ഇൻക്ലൂഡ് ചെയ്യണം. പ്ലസ് നമുക്ക് ആ സ്ട്രിങ് നോക്കിക്കഴിഞ്ഞാൽ സോ അതൊരു പാറ്റേൺ ആണ് ആക്ച്വലി. സോ ഫസ്റ്റ് നമുക്ക് ഡിനോട്ട് ചെയ്യണത് സെക്കൻഡ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് മിനിറ്റ്, അവേഴ്സ്, അത് കഴിഞ്ഞിട്ട് ഡേറ്റ് ഓഫ് മന്ത്, അത് കഴിഞ്ഞിട്ട് മന്ത് ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് നമുക്ക് വീക്സ് ആയിരിക്കും. സോ ഇതാണ് ആ പാറ്റേൺ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഇതിൽ ഞാൻ കൊടുത്തേക്കുന്നത് ആക്ച്വലി ഈച്ച് 1 മിനിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യണ പോലെയാണ് ഞാൻ ഇപ്പോൾ കൊടുത്തേക്കുന്നത്. സോ നമുക്കത് എങ്ങനെയാണ് നമുക്കത് മാറ്റാൻ പറ്റും. സോ ഇനി നമുക്ക് ആ ഫംഗ്ഷൻ റൺ ചെയ്ത് നോക്കാം. നമുക്ക് സോ ജോബ് നമുക്ക് റണ്ണായി കഴിഞ്ഞാൽ ഓരോരോ മിനിറ്റിനും അത് റണ്ണാവും ആക്ച്വലി. സോ ഫസ്റ്റ് തിങ് കംപ്ലീറ്റഡ്, സെക്കൻഡ് തിങ് കംപ്ലീറ്റഡ്. സോ ഇതാണ് നമുക്ക് നമുക്ക് പുതിയതായിട്ടുണ്ടാകുന്ന ഒരു കോഴ്സ്. സോ അത് നമുക്ക് ജനറേറ്റ് ആയി. സോ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ട്രിഗറുമായി. സോ ഇതാണ് നമുക്ക് യൂണീക്ക് ID കിട്ടുക. മെയിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു യൂണീക്ക് ID കിട്ടും. സോ ഇതാണ് ആ യൂണീക്ക് ID. സോ ആഫ്റ്റർ ദാറ്റ് നമുക്ക് കംപ്ലീറ്റ് ആയി, ആ ജോബ് കംപ്ലീറ്റ് ആയി. വീണ്ടും 1 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് ട്രിഗർ ആവും. സോ അടുത്ത ജോബ് റണ്ണായി. സോ അത് ചെക്ക് ചെയ്തു. സോ പുതിയ കോഴ്സൊന്നും ആഡ് ആയിട്ടില്ല. സോ അപ്പോൾ നമുക്ക് നോ അപ്ഡേറ്റ്സ് ആൻഡ് നമുക്ക് മെയിലും ട്രിഗർ ആവില്ല. ഇപ്പം നമുക്ക് ലോക്കലാണ് റൺ ചെയ്യണത്. സോ ഇതേ നമുക്ക് വന്നിട്ട് ഹെറോക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്ക് ഹോസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കത് കിട്ടും. സോ ആ മെയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡേറ്റ വന്ന് നടക്കുന്നുണ്ടാവും. സോ ഇതാണ് കോഴ്സ്. സോ ഈ യൂണിവേഴ്സിറ്റിയിലാണ് നടക്കുന്നത് ആൻഡ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഇതാണ്. സോ ഇത് നമുക്ക് കുറച്ചും കൂടിയും എളുപ്പമായിരിക്കും. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ ഹോസ്റ്റിങ്ങിനെ കുറിച്ചൊരു വീഡിയോ വേണമെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ബൈ ബൈ.